വയനാടിന് കേന്ദ്ര സഹായം നിഷേധിച്ചതിനെതിരെ LDFന്റെ പ്രതിഷേധം. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ LDF പ്രവർത്തകർ ധർണ നടത്തി. LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി വഴി കടമെടുക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരിക്കുന്നു. കേരളത്തിന്റെ വികസന സാധ്യതകളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ ഇതിനെയെല്ലാം കേരള ഗവൺമെന്റ് അതിജീവിച്ച് മുന്നോട്ടു പോവുകയാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. 29 നിയമങ്ങൾക്ക് പകരം 4 ലേബർ കോഡുകൾ നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ത്യയാകെ 4ആയി തിരിച്ച് 4 തരത്തിലുള്ള കൂലി ഈ കേരളത്തിൽ 84 മേഖലകളിൽ മിനിമം കൂലി പ്രഖ്യാപിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ മിനിമം കൂലിയൊന്നും നിലനിൽക്കില്ല. രാജ്യത്ത് കൃഷിക്കാർക്കെതിരായി 3 കരി നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവന്നു. ഇതൊരു മൂർധന്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കേരളത്തിലെ ഗവൺമെന്റ് ഡൽഹിയിൽ സമരമുഖം തുറന്നത്. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേരളത്തിന്റെ തനത് ആവശ്യങ്ങൾ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായ ഉണ്ടായ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ പരിഹാരം കാണാൻ കേരളത്തിലെ UDF സ്വീകരിക്കുന്ന നിലപാടെന്താണ്? ഇത് നാം ജനങ്ങളായ ഈ പ്രശ്നം തിരിച്ചറിയണമല്ലോ. കേരളം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതല്ലേ? കേന്ദ്രത്തെ സാമ്പത്തികമായി ജനിക്കുന്ന കേന്ദ്ര നയത്തിനെതിരായി അന്ന് കേരളം മുന്നോട്ട് വെച്ചത് കേരളത്തിന് അർഹതപ്പെട്ട 57,400 കോടി രൂപ കേന്ദ്രം തരുന്നില്ല. ഇത് നിയമപരമാണ്, അർഹതപ്പെട്ടതാണ്. കേന്ദ്രം തരുന്നില്ല. കേന്ദ്രമെടുത്ത ഈ നിഷേധ നിലപാടാണല്ലോ നിയമപരമായ സംരക്ഷണത്തിന് വേണ്ടി കേരളം കോടതിയെ സമീപിക്കേണ്ടി വന്നത്, സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ഈ നാടിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഗവൺമെന്റിനെതിരെ ആരോപണങ്ങളും ഉന്നയിച്ച് ഇടതുമുന്നണിയെ തകർക്കുന്ന ശ്രമങ്ങളും നടത്തുകയാണ്. ഗവൺമെന്റിനെ തകർക്കാൻ എല്ലാ ദുഷ്ടശക്തികളും ഒന്നിച്ചു ചേർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ജനങ്ങളെ മുൻനിർത്തി ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം കേരള സർക്കാർ നടത്തുകയാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. നമുക്ക് നിലപാടുകൾ എടുത്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇതാണ് നാടിന്റെ സ്ഥിതി. ഇതെല്ലാം മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്ന നില വരുമ്പോൾ ഗവൺമെന്റിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു, ഗവൺമെന്റിന്റെ തലവനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടക്കുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് കേരളത്തിന്റെ എല്ലാ മാധ്യമങ്ങളെയും പിന്തുണ നേടുന്നു, അവരുപയോഗിക്കുന്നു. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. LDF നേതാക്കളായ S ജയമോഹൻ, P രാജേന്ദ്രൻ, പ്രസന്ന എണസ്റ്റ്, T ഗീതാകുമാരി, ചന്ദ്രമോഹനൻ, അഡ്വക്കേറ്റ് K സോമപ്രസാദ്, സൂസൻ കോടി, ചിന്താ ജെറോം, അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, MH ഷാരിയർ തുടങ്ങിയ നേതാക്കൾ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.